from Kulavansworld. രാവിലെ പോകേണ്ടത് കഴിച്ചാലോ? ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യും. നമ്മുടെ മീൻ ശരിക്കും നല്ലോണം വാഷ് ചെയ്യണം. ചെറിയ ചെതുമ്പലുണ്ട്. നമ്മൾ സാൽമൺ ഫിഷാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു മാരിനേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യമേ ഉപ്പ് കുറച്ചിടുവാണ്. നമ്മൾ മഞ്ഞൾ പൊടി, മുളക് പൊടി, പിന്നെ ശകലം കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ശരിക്കും മിക്സ് ചെയ്യണം. നമ്മുടെ സാൽമൺ ഫിഷ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഫുള്ള് ഫ്രൈ ചെയ്യേണ്ട, ഒരു ഹാഫ് ഫ്രൈ ചെയ്താൽ മതി. സാൽമൺ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫിഷ് ഫ്രൈ ആയി കിട്ടും, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഫിഷ് ഏകദേശം ഹാഫ് വെന്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കുക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ വാഴയില ഒരു പാൻ എടുത്തിട്ട് ഒരു ചട്ടി എടുക്കണം. നല്ല മൺചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മുടെ ഈ മൺചട്ടി ഒന്നുമില്ല, നമ്മളൊരു ഇരുമ്പിൻ്റെ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ വാഴയില നല്ലവണ്ണം സെറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ല, അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇത്ര സാധനമാണ് നമുക്ക് കറിക്ക് വേണ്ടത്. കരിയാപ്പില, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ നമുക്ക് ആദ്യമേ കരിയാപ്പില നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ഇടാം. നമ്മൾ കരിയാപ്പില ഇട്ടു. നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിൻ്റെ അകത്തോട്ട് ഇടാം. നമ്മളിനി നമ്മുടെ മെയിനായിട്ട് ഒഴിച്ചുള്ള തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. നമ്മുടെ വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക്, പിന്നെ നമ്മൾ കുരുമുളക് പൊടി, ശകലം മഞ്ഞൾ പൊടി, നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം നമ്മുടെ നിർവ്വാണ അടുപ്പയിൽ തിളച്ച് മറിയുവാണ്. ഒത്തിരി തിളയ്ക്കൊന്നും വേണ്ട, നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചേക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് ചൂടായാൽ മതി. നമ്മൾ ആ ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടിയാൽ മതി. നിർവ്വാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ നമുക്കൊരു ഇരേനെ കിട്ടിയിട്ടുണ്ട്. ഇരേനെ കാണിക്കും. ഇരേനെ കൊണ്ടാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ അഭിപ്രായം നമ്മൾ തന്നെ നല്ലതെന്ന് പറയുന്നത് മോശമല്ല. അപ്പോൾ ഇവരെ കൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നല്ലതെന്ന്. ഓക്കെ, അതെ. ദോശയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അപ്പവും ദോശയൊക്കെ ഇതിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. റൈസുമായിട്ട് ഞങ്ങൾ കഴിച്ച് നോക്കിയായിരുന്നു, പക്ഷേ റൈസുമായിട്ട് അത്ര പോരാ. അപ്പവും ദോശയും പൊറോട്ടയൊക്കെയാണ് സൂപ്പറായിരിക്കും.
അപ്പം ഐശ്വര്യമായിട്ട് നമുക്ക് രാവിലെ 2 ദോശ വെച്ചിട്ടുണ്ട്. ദോശയുടെ അങ്ങോട്ട് ചെറിയൊരു പീസ് ശകലം ചാറ് അതിന് മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കുറച്ച് ദോശ എടുക്കുക, ഒരു കഷ്ണം മീൻ എടുക്കുക, എന്നിട്ട് ചാറ് നന്നായിട്ട് നോക്കി. സൂപ്പർ. കട്ലേറ്റ് അച്ചാറിൻ്റെ നമുക്ക് കട്ട്ലേറ്റും കൂടെ കഴിച്ചു നോക്കാം. എണ്ണ കട്ട്ലേറ്റ്, നമ്മുടെ ട്യൂണ ഫിഷ്, ടൂണ കട്ട്ലേറ്റ് നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ നിഖിലിനെ കൊണ്ട് കഴിപ്പിച്ചു. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കണ്ടേ, നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മുടെ ദോശ കുറച്ച് എടുക്കുക, കുറച്ച് മീൻ എടുക്കുക, അതിൻ്റെ മുകളിലോട്ട് വെക്കുക, കുറച്ച് ചാറ് കൂട്ടിയിട്ട് അടിപൊളിയാണ്. അപ്പത്തിൻ്റെ കൂടെ കേട്ടോ നല്ലത്. ഞാൻ ഇതിന് ചോറിലൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പം ദോശയുടെ കൂടെയൊക്കെ നല്ലതാണ്. ദോശ അപ്പം ഞാൻ മീൻ ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. പൊറോട്ടയുടെ കൂടെ നല്ലതായിരിക്കും. കഴിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിഷ് നിർവ്വാണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്യണം, നല്ലതാണ്, അടിപൊളിയാണ്. അപ്പത്തിൻ്റെ കൂടെ അപ്പം ദോശ അങ്ങനെ പൊറോട്ട ഐറ്റംസിൻ്റെ കൂടെയാണ് കഴിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെ അത്ര സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അതെ, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് മേടിച്ചു കേട്ടോ, ഒരു വിരോധമില്ല. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് ടോം കുളത്തിൽ സൈനിങ് ഔട്ട് ഫ്രം കുളവൻസ്വേൾഡ്. ബൈ ബൈ. ബൈ.